ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ആഷിക എഴുതിയിരിക്കുന്നതിൻ്റെ മേലേക്ക് കിടക്കാം. മാഡം, എൻ്റെ പേര് ആഷിക, യഥാർത്ഥ പേരല്ല. മാഡം, ഞാൻ വിവാഹിതയാണ്. എനിക്ക് 26 വയസ്സുണ്ട്. ഒരു കുട്ടിയുമുണ്ട്. ഞാനും ഹസ്ബൻഡും തമ്മിൽ പ്രേമിച്ച് കല്യാണം കഴിച്ചതാണ്. +2 മുതലേ ഞങ്ങൾ രണ്ടുപേരും പ്രണയത്തിലായിരുന്നു. അദ്ദേഹത്തിൻ്റേത് സാമ്പത്തികമായി ഒത്തിരി താഴ്ന്നൊരു കുടുംബമാണ്. പക്ഷേ ഹസ്ബൻഡിനെ കണ്ടാൽ നല്ല സുന്ദരനാണ്. അതുകൊണ്ടാണ് ഞാൻ പ്രേമത്തിൽ വീണുപോയത്. എൻ്റെ കുടുംബത്തിൽ കുറച്ചൊക്കെ സമ്പത്തുണ്ട് എന്ന് വെച്ചിട്ട് വലിയ പണക്കാരൊന്നുമല്ല. വീട്ടുകാരോട് ഞാൻ എൻ്റെ പ്രേമം അറിയിച്ചു കഴിഞ്ഞപ്പോഴേക്കും അവർക്ക് ഒട്ടും സമ്മതമല്ലെന്നാണ് പറഞ്ഞത്. ഞാൻ നിർബന്ധിച്ചെങ്കിലും അവർ സമ്മതിച്ചില്ല. അവസാനം ഞാനും ഭർത്താവും ഒളിച്ചോടിപ്പോയാണ് കല്യാണം കഴിച്ചത്. എന്നെ കാണാൻ കൊള്ളാമെന്ന് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. എൻ്റെ അമ്മയും പറഞ്ഞിട്ടുണ്ട്, എടി നിന്നെ കിട്ടാൻ ഇതിലും നല്ലൊരു ചെക്കൻ വരുമെന്ന്. ശരിയാണ്. നോക്കുമ്പോൾ എൻ്റെ ഭർത്താവിന് ദേഹത്ത് വലിയ പുഷ്ടിയൊന്നുമില്ല, എങ്കിലും മുഖം നല്ല സൗന്ദര്യമാണ്. മുഖം കണ്ടാണല്ലോ മാഡം നമ്മളുടെ പ്രേമമൊക്കെ പൂവിടുന്നത്. പക്ഷേ വിവാഹ ജീവിതം ആദ്യത്തെ 5-6 മാസം സുഖകരമായിരുന്നു. അവരുടെ അച്ഛനൊക്കെ ഫർണിച്ചർ ഉണ്ടാക്കുന്നതാണ് ജോലി. എൻ്റെ ഹസ്ബൻഡും ഇടയ്ക്കൊക്കെ ജോലിക്ക് പോകും. പക്ഷേ മടിയനാണെന്ന് എനിക്ക് പിന്നീട് മനസ്സിലായി. ഞാൻ നിർബന്ധിച്ച് പണിക്ക് പറഞ്ഞു വിടാൻ തുടങ്ങി. പക്ഷേ അത് വേറെ ദുരന്തത്തിൽ കലാശിച്ചു. കാര്യം പുള്ളി കൂട്ടുകാരുടെ കൂടെ കൂടിച്ചേർന്ന് ഇത്തിരി മദ്യപിക്കാൻ തുടങ്ങി. ആദ്യമൊന്നും ഒരു പ്രശ്നവുമില്ലായിരുന്നു. എന്നോട് നല്ല സ്നേഹത്തിൽ പെരുമാറും. എൻ്റെ ഇഷ്ടങ്ങൾ മാത്രമായിരുന്നു നോക്കിയിരുന്നത്. പിന്നെ മറ്റു കാര്യങ്ങൾക്കാണെങ്കിലും ഒന്നിനും പുള്ളിക്കാരൻ നിർബന്ധിക്കില്ല. എൻ്റെ ഇഷ്ടം എന്താണോ അത് വെച്ച് തന്നെ പുള്ളി മുന്നോട്ട് പോയി. കള്ള് കുടിച്ചു കഴിഞ്ഞപ്പോഴേക്കും ആ സ്വഭാവമെല്ലാം മാറിപ്പോയി. കൂട്ടുകാരുമായി മൂക്കറ്റം കുടിച്ചിട്ടാണ് എപ്പോഴും വരിക. വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ വീട്ടിൽ അച്ഛനും അമ്മയൊക്കെ ഉണ്ട് എന്നുള്ളത് നോക്കാതെ അമിതമായ സ്നേഹപ്രകടനമാണ്. എന്നാലോ ഏതെങ്കിലും രീതിയിൽ എനിക്ക് ഇഷ്ടപ്പെടുന്ന ഒരു കാര്യവും അയാളിൽ ഇല്ലാതായി മാഡം. അയാൾക്ക് ഒരു വന്യതയാണ്, ആക്രമിക്കുന്നതിൻ്റെ സ്വഭാവമാണ് അപ്പോഴുള്ളത്. എന്തോ അയാൾ ഏതോ വലിയൊരാളാണെന്ന് തെളിയിക്കുന്ന രീതിയിലുള്ള പ്രകടനം. പക്ഷേ ആ തെളിയിക്കൽ കൊണ്ട് എനിക്ക് ഒന്നും ഉണ്ടായിരുന്നില്ല. മുമ്പുള്ള എൻ്റെ സുഖവും സമാധാനവും നഷ്ടപ്പെട്ടു എന്നുള്ളതല്ലാതെ അയാളുടെ ആക്രാന്തത്തിൽ നിന്ന് എനിക്ക് ഒന്നും കിട്ടിയില്ല. ഒന്നും. പ്രേമിച്ച് വന്ന ജീവിതം വളരെ വളരെ മോഹാവേശം നിറഞ്ഞതായിരുന്നു ആദ്യം. പിന്നീട് അത് മോഹഭംഗങ്ങളിലേക്ക് വഴുതി മാറി. എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. വീട്ടിലേക്ക് തിരിച്ചു പോകാനും പറ്റില്ല. ഇങ്ങനെ ജോലിക്ക് പോയിട്ട് വരുന്നതിൽ കൂടുതലും കള്ളു കുടിച്ച് തീർക്കും, പിന്നെ കുറച്ച് കൊണ്ടുതരും. ഞാനിനി അഥവാ പുള്ളി എതിർക്കുകയാണെങ്കിൽ പുള്ളി രാത്രിയിൽ കുറച്ചുകൂടി വന്യമായി പ്രതികരിക്കും. അപ്പുറത്ത് അച്ഛനും അമ്മയും അങ്ങേരുടെ അനിയത്തിയുമൊക്കെ ഉണ്ട്. അവർ കേൾക്കില്ലേ? അതുകൊണ്ട് ഞാൻ ഒരു മരപ്പാവയെ പോലെയായി, തലയാട്ടുന്ന ഒരു മരപ്പാവ. അതല്ലാതെ അയാളിൽ നിന്ന് എനിക്ക് പ്രത്യേകിച്ചൊരു ജീവിതസുഖം കിട്ടിയില്ല മാഡം. ഇതിനിടയ്ക്ക് സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളും തുടങ്ങി. എൻ്റെ അമ്മായിയമ്മ എന്നെ ദിവസവും വഴക്ക് പറയാൻ തുടങ്ങി. നീ ഒരുത്തി കാരണമാണ് എൻ്റെ മകൻ ഇങ്ങനായത്. നേരത്തെ അവനെ കാണാൻ എന്തൊരു തേജസ്സായിരുന്നു, ഇപ്പോൾ ഉണങ്ങി എല്ലാം കൂടെ പോലെയായി. അതിനമ്മ ഞാൻ എന്ത് ചെയ്തിട്ടാണ് എന്ന് ചോദിക്കുമ്പോഴേക്കും അമ്മ പറയും, നിൻ്റെ കല്ലിരിപ്പുകൊണ്ടടി അവൻ കുടിയനായതെന്ന്. എല്ലാത്തിനും കുറ്റം എനിക്കായിരുന്നു മാഡം. പക്ഷേ പുള്ളി എന്നോട് ഭയങ്കര ദേഷ്യത്തോട് ചില സമയത്ത് പെരുമാറും, ചിലപ്പോൾ സ്നേഹവുമായിരിക്കും. ഇതിനിടയ്ക്ക് ഞങ്ങൾക്ക് ഒരു കുട്ടിയുമുണ്ടായി. എൻ്റെയും കുട്ടിയുടെയും ചിലവൊന്നും രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ പുള്ളിക്ക് കഴിയുന്നുണ്ടായിരുന്നില്ല. ഇതിനിടയ്ക്ക് ഞാൻ അടുത്തൊരു കടയിൽ ജോലിക്ക് പോകാൻ തുടങ്ങി. ഒരു സ്റ്റേഷനറി കടയാണ്. അവിടെ സാധനങ്ങളൊക്കെ തൂക്കിക്കൊടുക്കാൻ. പക്ഷേ പുള്ളിക്ക് അത് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. എന്നെ ഇടയ്ക്കിടയ്ക്ക് വഴക്ക് പറയും. അണിഞ്ഞൊരുങ്ങി അവൾ പോവുകയാണ്. എടി നിനക്ക് ഇത് ശരിയാവില്ല എന്ന്. ഞാൻ ചോദിക്കും, പിന്നെ എങ്ങനെയാണ് നമ്മൾ ജീവിക്കുക? നിങ്ങളുടെ പണം കൊണ്ട് എങ്ങും എത്തുന്നില്ല. ഇതിനിടയ്ക്കാണ് എൻ്റെ ഒരു കൂട്ടുകാരി പറഞ്ഞത്, എടി അങ്ങനെയാണെങ്കിൽ വേറൊരു ഐഡിയ ഉണ്ട് കേട്ടോ. എൻ്റെ ഒരു കൂട്ടുകാരിയുണ്ട്. അവൾ കുറച്ച് സാധനങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ സുഗന്ധ വസ്തുക്കളാണ്, അത്തറ്, സ്പ്രേ, അങ്ങനെയുള്ള കാര്യങ്ങൾ വീട് തോറും നടന്നു വിൽക്കുകയാണ്. നല്ല ക്വാളിറ്റിയുള്ള ഐറ്റമാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ചെയ്യും. പിന്നെ വിലയും വളരെ കുറവാണ്. നിനക്കതിൽ നിന്ന് നല്ലൊരു ലാഭം കിട്ടും. ഞാനൊരിക്കൽ മുട്ടിച്ചു തരാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഒരിക്കയുമായിട്ട് അവളെന്നെ പരിചയപ്പെടുത്തിയത്. ഞാൻ അവളോട് പറഞ്ഞു, എടി ഇങ്ങനെയൊക്കെയാണെങ്കിലും ഒരിക്കലും എൻ്റെ ഹസ്ബൻഡ് സമ്മതിക്കാൻ തോന്നില്ല. ഞാനിങ്ങനെ പല വീടുകളിൽ കയറി ഇറങ്ങി വിൽക്കുന്നതൊന്നും പുള്ളിക്ക് ഇഷ്ടമാകില്ല. അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും
എൻ്റെ കൂട്ടുകാരി പൊട്ടിത്തെറിച്ചു. എടി, അവൻ്റെ കൂടെ പൊടുത്തിട്ട് നിനക്ക് എന്താ ഗുണം? കണ്ടാൽ ഇപ്പോൾ നാടവരെ പോലെ ഉള്ളല്ലോ. അവനാണോ രാത്രിയിൽ ഈ ആക്രാന്തൊക്കെ കാണിക്കുന്നത്? എന്നിട്ട് നീ മരപ്പാവ പോലെ അവൻ്റെ കൂടെ ജീവിക്കുന്നു. എടുത്ത് അവനെ ദൂരെ എറിഞ്ഞിട്ട് തിരിച്ചു വാടി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ എവിടെ പോകാനാണ്? എനിക്കൊരു കുട്ടിയുണ്ട്. എൻ്റെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നും നടക്കുകയില്ല. അവരെന്നെ സ്വീകരിക്കുകയില്ല. ആ ശരിയാ, എങ്കിൽ നീ ഒരു കാര്യം ചെയ്യ്, ഈ തൊഴിൽ ചെയ്യാനങ്ങിറങ്ങ്. എന്നിട്ട് അങ്ങേരോട് പറ, ഇക്കയാണ് ഇതിൻ്റെ മുതലാളി. ഇക്ക പറയുന്ന വീടുകളിൽ സ്ത്രീകൾക്ക് സ്പ്രേയും അത്തരം സുഗന്ധ വസ്തുക്കളും ക്രീമും ഒക്കെ കൊണ്ട് കൊടുക്കണം. അതാണ് നിൻ്റെ ജോലി. അല്ലാതെ നീ വീട് വിടാന്തരം കയറി ആണുങ്ങളെയൊക്കെ കണ്ട് വിൽക്കുകയാണെന്ന് പറയരുത്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങേര് സമ്മതിക്കും. പിന്നെ നീ വേറൊരു കാര്യം ചെയ്യണം. ഇനിയിപ്പോൾ മരപ്പാ പോലെ നിൽക്കരുത്. അവനെ കൊണ്ട് ഒരു കാച്ചിനും കൊള്ളില്ലെങ്കിലും നീ ഇടയ്ക്കിടയ്ക്ക് അങ്ങേർക്ക് പ്രോത്സാഹനം കൊടുക്കണം. ഓ, എങ്ങനെയാണ് ഈ വൃത്തികെട്ട വാടയും വൃത്തിയില്ലായ്മയൊക്കെയാണ്. അപ്പോൾ അവൾ പറഞ്ഞു, അതൊന്നും സാരമില്ല, എന്തായാലും നീ സഹിക്കുന്നുണ്ടല്ലോ, അതുകൊണ്ട് കുറച്ച് സ്നേഹത്തോടെ ആക്റ്റീവായിട്ട് നീ പെരുമാറി സംസാരിക്കണം. എങ്കിൽ മാത്രമേ പുള്ളി ഇതിന് അനുമതി തരികയുള്ളൂ. ഒന്നുകിൽ അവനെ ഇട്ടിട്ട് വരണം, അല്ലെങ്കിൽ അവനെ ശരിയാക്കി നിൻ്റെ കാര്യങ്ങൾ ശരിയാക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ആയിക്കഴിഞ്ഞപ്പോൾ ഞാൻ ഹസ്ബൻഡ് വന്നു കഴിഞ്ഞപ്പോഴേക്കും ഇന്ന് ചേട്ടനൊരു പ്രത്യേക ലുക്ക് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ പുള്ളി പറഞ്ഞു, അതെന്താ, എനിക്കെന്താ വ്യത്യസ്തതയെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു, അല്ല ചേട്ടന് എന്തോ ഒരു പുതുമ തോന്നുന്നു, നിനക്ക് ഞാൻ ഇന്ന് കൂടുതൽ പുതുമകൾ കാണിച്ചു തരാം എന്ന് പറഞ്ഞ് കൂട് തുറന്നുവിട്ട് സിംഹത്തെ പോലെ ചാടി വീണു. അങ്ങേരുടെ പതിവുള്ള പ്രവർത്തനങ്ങളായിരുന്നെങ്കിലും ഞാനിന്ന് കുറച്ചൊക്കെ പ്രോത്സാഹനം കൊടുത്തു. എനിക്ക് ഒട്ടും ഇഷ്ടമല്ല മദ്യത്തിൻ്റെ വാട, എങ്കിലും ഞാൻ ചേട്ടാ, എനിക്ക് ചേട്ടനെ ഇഷ്ടമാണ് എന്നൊക്കെ പറഞ്ഞ് തപ്പ് കൊട്ടാമ്പുറം തകില് കൊട്ടാമ്പുറം ഓരോ കൊട്ട് ഞാൻ ഇട്ടിട്ട് കൊടുത്തു. അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ആക്രാന്തം അങ്ങ് കൂടി. എന്നിട്ടും എനിക്ക് വലിയ ഗുണമൊന്നുമില്ല. അങ്ങയുടെ ആക്രാന്തം കൊണ്ട് ഒന്നും ഉണ്ടായില്ല. ചെടിച്ചട്ടിയിൽ കൃമി തുള്ളുന്ന പോലെ മാത്രമേ ഉള്ളൂ. പക്ഷെ എന്ത് ചെയ്യാനാ, നമ്മൾ അഭിനയിച്ചെങ്കിൽ മാത്രമല്ലേ ഈ കാര്യങ്ങളൊക്കെ നമുക്ക് നടന്നു കിട്ടൂ. ഞാൻ കാര്യങ്ങളൊക്കെ പിന്നീട് രണ്ടാമത്തെ ദിവസം അവതരിപ്പിച്ചു. അപ്പോൾ ഇഷ്ടമില്ലായിരുന്നു. ഞാൻ പറഞ്ഞ സ്ത്രീകളെ മാത്രം കാണാനാണ് ഞാൻ പോകുന്നത്. ഇക്ക പറയുന്ന വീടുകളിൽ കൊണ്ടു കൊടുക്കണം. അതിന് കുറച്ച് പൈസയൊക്കെ കിട്ടും. അത് വെച്ച് കുട്ടിയൊക്കെ നമുക്ക് പഠിപ്പിക്കാം. അതുമാത്രമല്ല, ഇനിയൊരു കുട്ടിയോട് നമുക്ക് വേണ്ടേ? ഇത് സേഫായുള്ളൊരു ജോലിയാണ്, നിങ്ങൾ സംശയിക്കേണ്ട കാര്യമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് ഞാൻ 2-3 ദിവസം അടുപ്പിച്ച് കസർത്തുകളിൽ പങ്കാളിയായി. അപ്പോൾ എന്നോട് പറഞ്ഞു, ആ അത്രയ്ക്ക് സേഫ് ആണെങ്കിൽ ഓക്കെ എന്ന്. എന്തായാലും പോകാൻ സംബന്ധിച്ച് കഴിഞ്ഞാൽ പിന്നെ പുള്ളി എൻ്റെ പുറകെയൊന്നും വരില്ലെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. കാര്യം ഞാൻ പെണ്ണുങ്ങൾക്ക് സുഗന്ധ വസ്തുക്കൾ കൊണ്ടു കൊടുക്കാൻ പോകുന്നൊരു പെണ്ണല്ലേ, അപ്പോൾ പ്രശ്നമില്ല. അല്ലായിരുന്നെങ്കിൽ ഇത്തിരി സംശയമുണ്ട്. നീ സുന്ദരിയാണ്, എന്നെപ്പോലെയല്ല, ഇപ്പോഴും യൗവനം തുളുമ്പുകയാണ്, നിന്നെ പലർക്കും നോട്ടമുണ്ട്. എൻ്റെ കൂട്ടുകാർ പറയും നീ സുന്ദരിയാണ്, നീ ഒന്ന് ചെന്നെങ്കിൽ എന്നൊക്കെ പറയുന്നൊക്കെ കുടിച്ചിട്ട് വരുമ്പോൾ എന്നോട് പറയാറുണ്ട്. അപ്പോൾ കൂട്ടുകാരുടെ ഇടയിൽ ഞാനൊരു ചർച്ചാ വിഷയമാണ്. പക്ഷേ എല്ലാം കുടിയന്മാരല്ലേ, നല്ല വല്ല ആണുങ്ങളുമായിരുന്നെങ്കിൽ നമുക്ക് പിന്നെയും കേൾക്കുമ്പോൾ ഒരു ഉൾക്കൊള്ളൽ തോന്നിയേനെ. എൻ്റെ കൂട്ടുകാർ പറഞ്ഞു, എടി നീ മേക്കപ്പൊക്കെ ഇട്ട് മുടിയൊക്കെ നന്നായി വാഷ് ചെയ്ത് നല്ല രീതിയിൽ പോകാവൂ. നിന്നെ കണ്ടു കഴിഞ്ഞാൽ ഒരു പ്രൊഫഷണലാണെന്ന് തോന്നണം. എന്ത് പ്രൊഫഷണൽ? എടി നീ ഒരു നല്ല സെയിൽസ് ഗേളാണ്. നമ്മളിപ്പോൾ മോളുകളിലൊക്കെ നിൽക്കത്തില്ലേ, അതേപോലെ നീ ഒരുങ്ങി വേണം പോകാൻ. അയ്യോ, വീട്ടിൽ നിന്ന് അങ്ങനെ ഒരുങ്ങി ഇറങ്ങാനൊന്നും പറ്റില്ല, അതിന് വീട്ടിൽ നിന്ന് വേണമെന്ന് ആര് പറഞ്ഞു മോളെ? നീ ബസ് സ്റ്റോപ്പിൽ ഇറങ്ങുമ്പോഴോ അല്ലെങ്കിൽ അവിടെ നിന്ന് നടക്കുമ്പോഴോ എപ്പോഴെങ്കിലുമൊക്കെ മേക്കപ്പ് ചെയ്താൽ മതി കേട്ടോ എന്ന് പറഞ്ഞു. അങ്ങനെ അവൾ എനിക്ക് മേക്കപ്പ് സാധനങ്ങളൊക്കെ കൊണ്ടുതന്നു. അതൊക്കെ ഞാൻ ബസ് സ്റ്റോപ്പിൽ വെച്ചാണ് ഇട്ടത്. നോക്കിക്കഴിഞ്ഞപ്പോൾ ഞാനും ഒരു അതീവ സുന്ദരിയാണെന്ന് മനസ്സിലായി. മാഡം, സത്യമായും ഞാൻ പല സ്ഥലത്തും കയറി ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും എനിക്കവിടെ നല്ല സ്വീകരണമായിരുന്നു. പലരും എൻ്റെ കയ്യിൽ നിന്ന് സുഗന്ധ വസ്തുക്കൾ വാങ്ങിച്ചു. പിന്നെ ചിലയിടത്തൊക്കെ ആണുങ്ങൾ എന്നെ കൊതിയോടുകൂടി നോക്കുന്നത് കണ്ടു. ഭാര്യമാർ അവിടെ ഉണ്ടായിരുന്നിട്ടും ഓള് കണ്ടിട്ട് എന്നോട് കണ്ടുകൊണ്ട് പല കാര്യങ്ങളും ചോദിക്കുന്നു. അവർ കഥകളി കളിക്കുകയായിരുന്നു. ഞാൻ എൻ്റെ കൂട്ടുകാരോട് പറഞ്ഞപ്പോൾ കൂട്ടുകാർ പറഞ്ഞു, എടി അങ്ങനെയാണ്, തനിച്ച് പോകുമ്പോൾ തനിയെ താമസിക്കുന്ന ചില പുരുഷന്മാരുണ്ട്. അവർ നമ്മളെ കൊതിയോടുകൂടി അകത്തേക്ക് ക്ഷണിക്കും. ചിലപ്പോൾ അതൊരു ട്രാപ്പാകാം, അല്ലെങ്കിൽ ചിലപ്പോൾ അവരുടെ മോഹം കൊണ്ടായിരിക്കാം, ചിലപ്പോൾ അതൊരു മലങ്കോളുമായിരിക്കാം. അതെന്താടി മലങ്കോള്? പറയാൻ പറ്റില്ല. ഒറ്റയ്ക്ക് താമസിക്കുന്ന ചില പുരുഷന്മാർക്ക് നല്ല സമ്പത്ത് കാണും, അവർക്ക് ജസ്റ്റ് കമ്പനി മതി. പിന്നെ ഒരു 45 വയസ്സ് കഴിഞ്ഞവരായിരിക്കും സേഫ്. എടി നിനക്കിതിൽ നല്ല എക്സ്പീരിയൻസ് ഉണ്ടോ? പിന്നെ ഇല്ലാതെ. എന്നാൽ നീ സൂക്ഷിക്കണം, ആവശ്യമില്ലാത്ത ആളുകളുടെ കയ്യിൽ ചെന്ന് പെടരുത്. ചിലപ്പോഴൊക്കെ ചില ചെക്കന്മാരെ കണ്ടു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ചില പെണ്ണുങ്ങളുടെ കെട്ടിയവന്മാരെ കണ്ടു കഴിഞ്ഞാൽ നമുക്കും കൊതി തോന്നും. അത്രയ്ക്ക് സൗന്ദര്യമുള്ള ആളുകൾ നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിൽ പോലുമുണ്ട്. പക്ഷേ അവന്മാർക്ക് നമ്മളോടൊരു ലക്ഷ്യം കാണും. നമ്മളതിൽ ചെന്ന് പെട്ടുകഴിഞ്ഞാൽ ഒരു പ്രയോജനവുമില്ലാതെ വെറുതെ നമ്മുടെ പേര് നാശമാകും. അതുമാത്രമല്ല,
ട്രാപ്പിലും വിടും. അപ്പം അതുകൊണ്ട് സൂക്ഷിച്ചും കണ്ടും മാത്രമേ ആളെ തിരഞ്ഞെടുക്കാവൂ. നീ എന്തൊക്കെയാണ് ഈ പറഞ്ഞത്? നീ എന്നെ അത്ര വിൽക്കാൻ പറഞ്ഞു വിടുകയാണോ, അതോ നീ എന്നെ വഴി പിഴപ്പിക്കാൻ പറഞ്ഞു വിടുകയാണോ? അപ്പം അവൾ പറഞ്ഞു, നെയ്യപ്പം തിന്നല്ലാണ്ടുണ്ട് കാര്യം. അതെന്താ അങ്ങനെ പറയുന്നത്? ഓ, നിനക്കറിയില്ലേ എടി, നെയ്യപ്പം എന്തിലാണ് ഉണ്ടാക്കുന്നത്? എണ്ണയിലല്ലേ. എണ്ണയിൽ മൂപ്പിച്ചെടുക്കുന്ന നെയ്യപ്പം നമുക്ക് കഴിക്കാം. നെയ്യപ്പം കഴിക്കുമ്പോഴില്ലേ കൈ മുഴുവൻ എണ്ണയാകും. ആ എണ്ണ തലയിൽ അങ്ങോട്ട് തേക്കുക. അപ്പോൾ നെയ്യപ്പം കഴിച്ചെന്നുമാകും, തലയിൽ എണ്ണ തേച്ചെന്നുമാകും. അപ്പോൾ രണ്ട് കാര്യം ഒറ്റയടിക്ക് നടക്കും എന്ന് പറഞ്ഞതുപോലെ. അയ്യോ, ഇതാണോ ആ പഴഞ്ചൊല്ലിൻ്റെ അർത്ഥം? ആ, പഴഞ്ചൊല്ല് പറഞ്ഞുകൊണ്ടിരിക്കാൻ എനിക്ക് സമയമില്ല. നീ ഇറങ്ങ്. നിനക്ക് പറ്റുന്ന കക്ഷികളാണെങ്കിൽ നീ വിടണ്ട. എന്തായാലും നിന്റെ കള്ളുകൂടിയനായ വളഞ്ഞിരിക്കുന്ന ഭർത്താവിനേക്കാളൊക്കെ എത്രയോ നല്ല പുരുഷന്മാർ പുറത്ത് കാണും. പറ്റുമ്പോൾ നീ ഒരു എത്താക്കൊമ്പിൽ അങ്ങ് പിടിക്കണം മോളെ. കാര്യം സൗന്ദര്യമുള്ള പുരുഷൻ നിന്നെ അർഹിക്കുന്നുണ്ട്. നോക്കു മോളെ, നോക്ക് എന്ന് പറഞ്ഞു. എന്തായാലും അങ്ങനെയൊക്കെ പറഞ്ഞത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഞാനും പിന്നെ ഒന്നും മിണ്ടിയില്ല. പലയിടത്തു നിന്നും പല കണ്ണോട്ടങ്ങളും ഒളികണ്ണോട്ടങ്ങളും എനിക്ക് കിട്ടി. ഞാൻ മൈൻഡ് ചെയ്തില്ല. പക്ഷേ ഒരു ദിവസമില്ലേ മാഡം, ഒരു വീട്ടിലേക്ക് ഞാൻ കയറി ചെല്ലുകയാണ്. വലിയൊരു വീടാണ്, എല്ലാ സൗകര്യങ്ങളുമുണ്ട്. അതിൻ്റെ സിറ്റൗട്ടിൽ കൈലി മാത്രം കൊടുത്ത് 40-45 വയസ്സുള്ള ഒരാൾ നിൽക്കുന്നു. കണ്ടാൽ അതീവ സുന്ദരൻ, വെളുത്ത് തുടുത്ത് എന്തോ ആണത്തം നിറഞ്ഞു തുളമ്പുന്ന ഒരു ബോഡി. എൻ്റെ ഭർത്താവിനെ തട്ടിച്ച് ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും അങ്ങേരെന്താ കശുവണ്ടി പരിപ്പ് ചുരുങ്ങിയിരിക്കുന്ന പോലെ ഇരിക്കുന്നു. ഇതാരാണ്? ശരിക്കും ഹോളിവുഡ് നടൻ, ഇത്തിരി പ്രായമായൊരു ഹോളിവുഡ് നടൻ എന്ന് എനിക്ക് തോന്നിപ്പോയി. ഷർട്ടിലാതെ നിൽക്കുന്ന പല പുരുഷന്മാരെ ഞാൻ കണ്ടിട്ടുണ്ട്, പക്ഷേ അതിൽ ഏറ്റവും ബെറ്റർ അദ്ദേഹമായിരുന്നു. എന്നെ കണ്ടപ്പോൾ ചിരിച്ചു. സ്പ്രേയും സുഗന്ധ വസ്തുക്കളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞു, ഓ, ഇവിടെ അതിൻ്റെ ആവശ്യമില്ല. ഒന്നാമത് എൻ്റെ ഭാര്യ ഈ അടുത്ത കാലത്ത് മരിച്ചുപോയി. ഒരു മകൾ മാത്രമേ ഉള്ളൂ. അവളങ്ങ് അമേരിക്കയിലാണ്. അവിടുന്ന് ഇഷ്ടംപോലെ സാധനങ്ങൾ അയച്ചു തരും. ഞാൻ പറഞ്ഞു, സാറിന് നോക്ക്, സാറിപ്പോൾ തന്നെയുള്ളൂ? ആ ഉള്ളൂ. ഞങ്ങൾക്കിവിടെ കുറേ എസ്റ്റേറ്റും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നോക്കി ഞാനിവിടെ കഴിയുന്നു. അപ്പോൾ സാറിൻ്റെ പാചകമൊക്കെ എങ്ങനെയാണ്? ഇവിടെ ഇപ്പം ഞാൻ മാത്രമല്ലേ ഉള്ളൂ. ഞാൻ രാവിലെയൊക്കെ ഉണ്ടാക്കിയാണ് കഴിക്കുന്നത്, പിന്നെ പുറത്തുനിന്നും കഴിക്കും. ഒരു ജോലിക്കാരിയെ നിർത്തിക്കൂടെ സാറേ? ഓ, അതിൻ്റെ ആവശ്യമില്ല. കാര്യം ദേ 5-6 വീടുകൾക്കപ്പുറത്ത് എൻ്റെ അനിയൻ്റെ വീടുണ്ട്. അവിടെ ചെന്ന് എപ്പോഴും കഴിക്കണം എന്ന് പറഞ്ഞവർ നിർബന്ധിക്കും. അപ്പം ഞാനിവിടെ ജോലിക്കാരെ വെച്ച് കഴിക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതൊരു പ്രശ്നമാകും. വേണ്ട, അവിടെയും പോയി ഞാൻ കഴിക്കും. പിന്നെ ഇഷ്ടമുള്ളിടത്തും പോയി കഴിക്കാമല്ലോ. പിന്നെ എനിക്ക് മറ്റൊരാളുടെ സഹായമാകേണ്ട പ്രായമൊന്നും ആയിട്ടില്ല എന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഞാനും ശരിയാ സാറേ എന്ന് പറഞ്ഞ് ചിരിച്ചു. എന്തായാലും മോളെ, ഇപ്പം എനിക്ക് സ്പ്രേ ഒന്നും വേണ്ടാന്ന് ഞാൻ പറഞ്ഞു. സാറേ, ഈ സ്പ്രേ ഒന്ന് അടിച്ച് നോക്ക്, നല്ല മണമാണ്, അമേരിക്ക പോലെയല്ല, ഇത് നല്ലതാണ് എന്ന് പറഞ്ഞ് പുള്ളിയുടെ ദേഹത്തേക്ക് ഞാൻ അടിച്ചു. പുള്ളിയാണെങ്കിൽ ഒന്ന് ഞെട്ടി പിന്മാറി. നീ എന്തായി കാണിക്കുന്നത്? എവിടെയാണ് നീ അടിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ പെട്ടെന്ന് ഞെട്ടിപ്പോയി. അറിയാതെ അവിടെ എവിടെയൊക്കെ ഞാൻ അടിച്ചു പോയി. പുള്ളിയാണെങ്കിൽ മുണ്ടും മടക്കി കുത്തി നിൽക്കുകയാണ്. എന്തായുധം എൻ്റെ മനസ്സങ്ങ് പതറിപ്പോയി. പുള്ളിയെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ പറഞ്ഞു, സാറേ നോക്ക്, നല്ല മണമല്ലേ? നല്ല മണമൊക്കെയാ. എത്ര ഇതിൻ്റെ വില എന്ന് ചോദിച്ചപ്പോൾ ഞാൻ വില പറഞ്ഞു. നിൻ്റെ സ്പ്രേക്ക് ഇത്തിരി വില കൂടുതലാണല്ലോടി. എങ്കിലും കുഴപ്പമില്ല, നീ ആദ്യമായിട്ട് വന്നതല്ലേ, ഞാൻ ഒരെണ്ണം എടുത്തേക്കാന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരൻ അതെടുത്തു. അന്ന് പിന്നെയും എനിക്ക് നല്ല കച്ചവടം ഉണ്ടായിരുന്നു, നല്ല ലാഭം കിട്ടി. ഇറങ്ങുന്നതിന് മുമ്പ് പുള്ളി പറഞ്ഞു, നിൻ്റെ നമ്പർ ഇങ്ങ് തന്നേരം, ഇതിന് എന്തെങ്കിലും മണമോ മറ്റോ കുറയുകയാണെങ്കിൽ നിന്നെ വിളിച്ച് എനിക്ക് 2 പള്ളു പറയാനാണെന്ന്. ഞാൻ പറഞ്ഞു അതെ എൻ്റെ നമ്പറുണ്ട്, സാറിൻ്റെ നമ്പർ ഇതാ, ഇങ്ങോട്ടൊന്ന് അടിച്ചേ, മിസ് കോൾ എന്ന് പറഞ്ഞു. പുള്ളി അടിച്ചപ്പോൾ ഞാൻ സാറിൻ്റെ പേര് ചോദിച്ച് സേവ് ചെയ്തു. ഞാൻ പോയതിൽ വെച്ച് ഏറ്റവും സേഫായ സിറ്റുവേഷനുള്ള ആളാണ്. ഭാര്യയുമില്ല, ഒറ്റയ്ക്ക് താമസിക്കുന്നു. സൗന്ദര്യമുള്ളവരിൽ സൗന്ദര്യമുള്ളവനാണ് അദ്ദേഹം. എനിക്ക് കണ്ടു കഴിഞ്ഞപ്പോൾ ഒത്തിരി അങ്ങ് ഇഷ്ടമായി. എൻ്റെ കൂട്ടുകാരി പറഞ്ഞത് എനിക്ക് പിന്നെയും ഓർമ്മ വന്നു. ഒരു പിടിവള്ളിയാണിത്, പിടിച്ച് സോമലത പോലെ അങ്ങ് ചുറ്റിപ്പടരണം എന്നെനിക്ക് തോന്നി. എൻ്റെ മനസ്സ് കലുഷിതമായിരുന്നു. എങ്ങനെ സാറിനെ വളയ്ക്കാം എന്നായിരുന്നു എൻ്റെ ചിന്ത. ഇനിയും പോകണം. എന്തായാലും നമ്പർ കിട്ടിയിട്ടുണ്ടല്ലോ. ഞാൻ അവളോട് വിളിച്ചറിഞ്ഞപ്പോൾ അവൾ പറഞ്ഞു, ഇതൊരു സൂപ്പർ ചോയ്സാണ്. എടി, നീ ഇപ്പോഴാണ് ആളെ കണ്ടെത്തിയത്, മോളെ വിട്ട് പിടിക്കല്ലേ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞാൻ വിടാതെ പിടിക്കും മോളെ എന്ന്. അങ്ങനെ ഞാൻ വൈകുന്നേരം പുള്ളി ഒന്ന് വിളിച്ചു. എങ്ങനെയുണ്ട് ഞാൻ രാവിലെ അടിച്ചു തന്നത്, ഇപ്പോഴും സുഗന്ധമുണ്ടോയെന്ന്. അപ്പോൾ പുള്ളി ചിരിച്ചിട്ട് പറഞ്ഞു, പിന്നെ സുന്ദരിയായ നീ അടിച്ചു തന്നതിന് ഇപ്പോഴും നല്ല സുഗന്ധമുണ്ട് എന്ന് പറഞ്ഞു. പുള്ളി കൊള്ളിച്ചാ പറയുന്നത് എനിക്ക് മനസ്സിലായി. ഞാൻ മനസ്സിലായപ്പോൾ ഒന്ന് കുണുങ്ങി ചിരിച്ചിട്ട് ഓക്കെ സാറെന്ന് പറഞ്ഞു. പിറ്റേ ദിവസം രാവിലെ ആയി കഴിഞ്ഞപ്പോൾ ഞാൻ വിളിച്ചു, സാറേ ആ ഭാഗത്താണ് ഞാൻ ഇന്ന് വിൽക്കാൻ വരുന്നത്. നീ ഇങ്ങോട്ട് വരുന്നുണ്ടോ എന്നെ കാണാൻ? ഉണ്ട് സാർ, രാവിലെ എന്തെങ്കിലും
കഴിച്ചോ? ഇല്ലടി, ഞാൻ എഴുന്നേറ്റതേ ഉള്ളൂ. എനിക്കും ഇത്തിരി താമസമൊക്കെ എഴുന്നേൽക്കുന്നതാണ് ശീലം. വേറെ പണിയൊന്നുമില്ലല്ലോ. ഇനി ഉണ്ടാക്കണം എന്തെങ്കിലും. അയ്യോ സാർ, എന്നൊരു കാര്യം ചെയ്യാം, ഞാൻ വന്നിട്ട് ഉണ്ടാക്കിത്തരാം. നീ എന്തുണ്ടാക്കി തരാനാണ്? അത് ഞാൻ വന്നിട്ട് ഉണ്ടാക്കിത്തരാം. എന്താ അവിടെ ഉള്ളത്? ഇവിടെ അപ്പത്തിൻ്റെ മാവിരിപ്പുണ്ട്. എന്നാൽ ഞാൻ വന്ന് അപ്പം ചുട്ടുതരാം. പിന്നെ നല്ല രീതിയിൽ വറുത്തരച്ച ഒരു കറി ഉണ്ടാക്കിത്തരാം എന്ന് പറഞ്ഞു. ആഹാ, നീ പാചക വിദഗ്ധയാണോ? പിന്നെ എൻ്റെ ഭർത്താവിനും മോക്കും വേണ്ടിയിട്ട് ഞാൻ എന്തെല്ലാം ചെയ്യുന്നു. അപ്പോൾ സാറിൻ്റെ ഇവിടെ വന്ന് ഒരു നേരം ഭക്ഷണം വെച്ചെന്ന് പറഞ്ഞ് ഒന്നും വരാനില്ല. എന്നാ നീ വാ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അവിടേക്ക് വെച്ച് പിടിച്ചു. സാറിനെ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു, ദേ, ഞാൻ വേറെ സ്പ്രേ കൊണ്ടുവന്നിട്ടുണ്ട്, ഇന്നലത്തേക്കാൾ നല്ലതാണെന്ന്. സ്പ്രേ അടിച്ചടിച്ച് നീ എന്നെ മേലോട്ട് കൊണ്ടുപോടി എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, വേണമെങ്കിൽ ഞാൻ അതും ചെയ്യും. പുള്ളി പൊട്ടിച്ചിരിച്ചുകൊണ്ട് അകത്തേക്ക് കയറി. എനിക്ക് വലിയ രീതിയിലുള്ള സംരംഭമൊന്നുമില്ലായിരുന്നു. ആരെങ്കിലും ശ്രദ്ധിക്കുമെന്നൊരു പേടിയുണ്ട്. പക്ഷേ അവിടെ അടുത്ത് വീടുകളൊന്നുമില്ല, വലിയ കോമ്പൗണ്ടുള്ളൊരു വീടാണ്. അങ്ങനെ അകത്ത് കയറി കഴിഞ്ഞപ്പോഴേക്കും ഞാൻ പാചകം ചെയ്തു. അപ്പവും എൻ്റെ സ്പെഷ്യൽ വറുത്തരച്ച കറിയും നല്ല ചുവചുകായിരിക്കുന്ന ചമ്മന്തിയും പിന്നെ ഞാനില്ലേ ഇച്ചിരി കാപ്പിയും ഉണ്ടാക്കി അവിടെ വെച്ചു. സാറിന് കാപ്പി ഇഷ്ടം. സാർ വന്ന് കഴിച്ചിട്ട് സൂപ്പർ മോളെ സൂപ്പർ, മനം നിറഞ്ഞ ആഹാരം കഴിക്കുന്നത് ഇപ്പോഴാണ്, എത്രയോ വർഷമായി. പിന്നെ എൻ്റെ അനിയൻ്റെ ഭാര്യയ്ക്ക് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് കഴിച്ചാലില്ലേ നമ്മൾ ഇറങ്ങി ഓടും. ഇനി ഇടയ്ക്കിടയ്ക്ക് ഞാൻ വന്ന് ഉണ്ടാക്കി തരാൻ കേട്ടോ. നിനക്ക് പേടിയില്ലേ ഞാൻ തനിയെ താമസിക്കുന്ന സ്ഥലത്ത് വരാൻ? അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് പേടിയില്ല. സാർ എന്താ ഷർട്ട് ഇട്ടിരിക്കുന്നത്? ആ ഷർട്ടൊന്ന് മാറ്റിക്കേ. ദേ, എൻ്റെ പുതിയ പ്രൊഡക്റ്റ് ഞാൻ അടിച്ചു തരാം, അല്ലെങ്കിൽ സാർ ഇതൊന്ന് അടിച്ചു നോക്ക് സാറേ എന്ന് പറഞ്ഞു. സാർ അതെടുത്ത് അടിച്ചു. എടീ, സൂപ്പർ സുഗന്ധമാണ്, നിനക്കിത് എവിടെ നിന്നാണ് കിട്ടുന്നത്? എൻ്റെ മോള് കൊണ്ടുവന്നതിനേക്കാൾ കൊള്ളാം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അതാ കണ്ടോ, നല്ല ക്വാളിറ്റി ഉള്ളവർ കൊണ്ടുവരുമ്പോൾ ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റ് കിട്ടും എന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളിനോട് പിന്നെയും ചോദിച്ചു, നിനക്ക് ഇങ്ങനെ വരാൻ പേടിയില്ലേ? ഞാൻ പറഞ്ഞു, സാറിന് പേടിയില്ലേ? ഇവിടെ ഞാൻ കയറി വന്നു, സാറിനെ ആരെങ്കിലും കുറ്റം പറഞ്ഞാലോ? എനിക്കാരും പേടിയില്ല, ഞാൻ ലോകത്ത് ആരെയും വകവയ്ക്കില്ല, ഞാൻ എൻ്റെ ചിലവിലാണ് കഴിയുന്നത്. അപ്പം ഞാൻ പറഞ്ഞു, എനിക്ക് ഭർത്താവും കുട്ടിയുണ്ട്, അവരെയൊക്കെ എന്ന് പേടിക്കണം വീട്ടുകാരെ, അതല്ലാതെ ലോകത്തുള്ള മുഴുവൻ പേരെ പേടിക്കേണ്ട കാര്യമല്ലോ. നീ ഒരു മിടിക്കുക എന്ന് പറഞ്ഞ് പുള്ളി എൻ്റെ കവളിൽ നുള്ളി. ആ സമയത്ത് ഞാനൊരു നുള്ളി വെച്ച് കൊടുത്തു. പക്ഷേ നുള്ളിയത് ശരിയായ സ്ഥലത്തായിരുന്നില്ല. എനിക്ക് ആവേശമുണ്ടല്ലോ. നീ എന്തായി കാണിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ചോദിച്ചു, ശരി സാറിന് ഇഷ്ടമല്ലെങ്കിൽ ഞാൻ പോയേക്കാവെന്ന്. അപ്പോൾ പുള്ളി എന്നോട് പറഞ്ഞു, നീ തമാശയ്ക്കാണോ അതോ കാര്യത്തിലാണോ പറഞ്ഞതെന്ന്. ഞാൻ പറഞ്ഞു, എനിക്ക് തമാശയില്ല, കാര്യം മാത്രമേ ഉള്ളൂ. പുള്ളി എൻ്റെ അടുത്ത് വന്നിട്ട്, മോളെ നിനക്ക് വല്ല ഫാമിലി ഇഷ്യൂ ഉണ്ടോ? നിൻ്റെ ഭർത്താവുമായിട്ട് നീ രസത്തിലല്ലേ എന്ന് ചോദിച്ചു. ആ സമയത്ത് ഞാൻ പൊട്ടിക്കരഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ കെട്ടിപ്പിടിച്ചു. എൻ്റെ ജീവിതത്തിലെ ദുരിതങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഞാൻ പുള്ളിയോട് പറഞ്ഞു. അപ്പോൾ പുള്ളി പറഞ്ഞു, കറക്റ്റാണ് മോളെ, നീ അവനേക്കാൾ നല്ലൊരുത്തിനെ അർഹിക്കുന്നുവെന്ന്. ഞാനിപ്പോൾ അദ്ദേഹത്തോട് ചേർന്ന് നിന്നുകൊണ്ട് പറഞ്ഞു, എനിക്ക് അതിനേക്കാൾ നല്ലവനെന്ന് പറയുമ്പോൾ സാറാണ്. ഇത്രയും നാൾ ഞാൻ പോയതിൽ ഞാൻ കണ്ടെത്തിയ എൻ്റെ യവനസുന്ദരൻ സാറാണ് എന്ന് പറഞ്ഞ് കൈകൾ കൊണ്ട് ഞാൻ കളം വരച്ചു. അദ്ദേഹം എന്നെ സ്വപ്നാടകി എന്ന പോലെ അദ്ദേഹത്തിൻ്റെ മുറിയിലേക്ക് ക്ഷണിച്ചു. ഞാനവിടെ ഒട്ടും സമയം പാഴാക്കിയില്ല. എനിക്ക് എല്ലാ അടവുകളും പുറത്തെടുക്കാനുള്ള നേരമായിരുന്നു. എൻ്റെ സ്നേഹവും എൻ്റെ ഇഷ്ടവും എൻ്റെ കഴിവും എൻ്റെ സങ്കല്പങ്ങളും ഒക്കെ എനിക്കവിടെ തുറന്നിടണമായിരുന്നു. കാരണം എനിക്ക് അദ്ദേഹത്തെ ഇഷ്ടമാണ്. എൻ്റെ ആഗ്രഹത്തിനൊത്തൊരു പുരുഷൻ എനിക്ക് വേണം. ഇടയ്ക്കെങ്കിലും എൻ്റെ മനസ്സിന് റിലാക്സേഷൻ വേണം. അതുമാത്രമല്ല, എനിക്ക് ഒത്തിരി ഇഷ്ടവുമുണ്ട്. കച്ചേരിയും വായ്പാട്ടും പാടി അദ്ദേഹത്തെ സന്തോഷിപ്പിച്ച് അദ്ദേഹത്തെ എൻ്റെ കൂടെ നിർത്തണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. പക്ഷേ ഞാൻ അധികമൊന്നും കഷ്ടപ്പെടേണ്ടി വന്നില്ല. അദ്ദേഹം എന്നോട് പറഞ്ഞത്, നിൻ്റെപ്പോലൊരു സുന്ദരിയെ എനിക്ക് കിട്ടിയത് എൻ്റെ ഭാഗ്യമാണ് എന്ന് പറഞ്ഞ് അദ്ദേഹം എന്നെ സ്നേഹിക്കുകയായിരുന്നു. എനിക്ക് ഇതുവരെ പെയ്യാത്ത ഘനമഴ അന്ന് പെയ്തു തീർത്ത പോലെയായിരുന്നു. ഞാൻ പ്രതീക്ഷിച്ചത് എല്ലാം അദ്ദേഹത്തിൽ നിക്ഷിപ്തമായിരുന്നു. അദ്ദേഹത്തെപ്പോലെ നല്ലൊരാണിനെ എൻ്റെ ജീവിതത്തിൽ കിട്ടാൻ ഞാനും ഒത്തിരി ഭാഗ്യം ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. എൻ്റെ ഭർത്താവ് വെറും വേസ്റ്റ് എടുത്തോടയിൽ കളയാനുള്ള ദേഷ്യം എനിക്കുണ്ട്. എങ്കിലും ഇദ്ദേഹത്തെ ശല്യപ്പെടുത്താൻ പറ്റില്ല. ഇദ്ദേഹത്തിന് സാമീപ്യവും സ്നേഹവും മറ്റു പലതും എനിക്ക് വേണം എന്നുള്ളതുകൊണ്ട് ഞാൻ സുഗന്ധം വിൽക്കാനിറങ്ങി അദ്ദേഹത്തെ സ്വന്തമാക്കുന്നു. അദ്ദേഹം എൻ്റെ ഗന്ധർവനാണ്. പണം കൊണ്ടാണെങ്കിലും സ്നേഹം കൊണ്ടാണെങ്കിലും എൻ്റെ ഇഷ്ടങ്ങൾ ചോദിച്ച് എനിക്ക് മതിവരുവോളം സ്നേഹം പകർന്നു നൽകുന്ന ആളാണ് എൻ്റെ സാറ്. സത്യം പറഞ്ഞാൽ എനിക്ക് അദ്ദേഹത്തെ വിട്ടുപിരിയാൻ താല്പര്യമൊന്നുമില്ല. ഇതിനിടയ്ക്കായിരുന്നു മാഡം എനിക്ക് ആവേശക്കടലിൽ ചില അബദ്ധങ്ങൾ പറ്റിയത്. പക്ഷേ ഭർത്താവ് ഡെയിലി വന്ന് അങ്ങേരുടെ കസർത്തുകളും പിത്തലാട്ടങ്ങളും ഉണ്ടല്ലോ, അതുകൊണ്ട് ആ തെറ്റ് ഞാനതിൽ മറച്ചു
മരിച്ചുപോയി. എനിക്കതിലൊരു പ്രശ്നവുമില്ല. ഞാനിപ്പോൾ 2 മാസം ഗർഭിണിയാണ്. ഹസ്ബൻഡ് അടുത്ത കുട്ടി ഉണ്ടായെന്നോർത്ത് സന്തോഷിക്കുകയാണ്. പക്ഷേ ഇത് ഹസ്ബൻഡിൻ്റെ കുട്ടിയല്ല, ഇത് സാറിൻ്റെ കുട്ടിയാണ്. പക്ഷേ അതിലെനിക്ക് ടെൻഷനോ കുറ്റബോധമോ ഒന്നുമില്ല. എൻ്റെ ഭർത്താവ് അതർഹിക്കുന്നു. കാരണം പ്രേമിച്ച് കല്യാണം കഴിച്ച് എന്നെ പൊന്നുപോലെ നോക്കാം എന്ന് പറഞ്ഞുകൊണ്ട് വന്നതാണ്. ഇപ്പോൾ ഞാൻ അനുഭവിക്കുന്ന അവസ്ഥയ്ക്ക് അങ്ങനെയാണ് കാരണം. അതിന് എൻ്റെ മനസ്സിലുള്ള ഒരു മധുര പ്രതികാരമാണ് ഇത്. അത്രയേ ഉള്ളൂ. എനിക്ക് സാറിനെ വിട്ടു പിരിയാനൊന്നും പറ്റില്ല. പക്ഷേ എന്ന് വെച്ചിട്ട് അദ്ദേഹത്തെ നമുക്ക് ശല്യപ്പെടുത്താനും പറ്റില്ലല്ലോ. പിന്നെ ഞാൻ ഗർഭിണിയായി കഴിഞ്ഞാൽ അദ്ദേഹവുമായിട്ട് കാണാനുള്ള അവസരം നഷ്ടപ്പെടുമല്ലോ എന്നോർത്തിട്ട് എനിക്ക് ഒത്തിരി വിഷമമുണ്ട്. പക്ഷേ പുള്ളി എൻ്റെ കൂടെ കാണും ഒരു സ്വാതന്ത്ര്യമായിട്ട് എന്ന് ഞാൻ കരുതുന്നു. ഇതാണ് എൻ്റെ അവസ്ഥ. മാഡം എന്നെ കുറ്റപ്പെടുത്തുമായിരിക്കും, എന്നാലും ഇതൊന്ന് വായിച്ച് കേൾക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. എന്തായാലും നല്ല കാര്യം ചെയ്തെന്ന് പറയാൻ പറ്റില്ലല്ലോ. പിന്നെ നിങ്ങളെ ക്രിട്ടിസൈസ് ചെയ്യാൻ നിങ്ങൾക്ക് തന്നെ അറിയാം. നിങ്ങൾ പ്രതികാരമാണെന്ന് പറഞ്ഞ് ഓരോന്ന് കാട്ടിക്കൂട്ടുകയും ചെയ്യുന്നു. ഇനിയിപ്പോൾ നിങ്ങളോട് പറഞ്ഞിട്ട് എന്താ കാര്യം? ശരിക്കും ഭർത്താവിന് മദ്യപാന ചികിത്സ നടത്തണം. അതിന് നിങ്ങൾ കൂട്ടിക്കൊണ്ടു പോകാനോ അല്ലെങ്കിൽ ഭർത്താവിനെ മാറ്റിയെടുക്കാനോ നിങ്ങൾക്ക് കഴിയില്ല. അതുകൊണ്ട് നിങ്ങൾ മാറുന്നു. പക്ഷേ പ്രതികാരങ്ങളൊക്കെ എവിടെ ചെന്ന് അവസാനിക്കും നമുക്കും അറിയില്ല. എന്തായാലും ഇത് മധുര പ്രതികാരമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് പറയാൻ പറ്റില്ല. എന്തായാലും ഇതിനൊന്നും ഞാൻ അനുകൂലിക്കുന്നില്ല. പിന്നെ വായിക്കാൻ പറഞ്ഞതുകൊണ്ട് നമ്മുടെ കണ്ടന്റ് നമ്മൾ വായിക്കുന്നു, അത്രയേ ഉള്ളൂ കേട്ടോ.